അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചിട്ട് നമ്മൾ +1 അഗ്നി ബാച്ചിൽ പഠിച്ചിട്ട് ഫുൾ മാർക്ക് 520 ഔട്ട് ഓഫ് 520 വാങ്ങിയിട്ടുള്ള നമ്മളുടെ അഭിജിത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പോൾ ഇതേ നമ്മളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ ഒരു ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള നമ്മളുടെ എക്സാമിനറിൻ്റെ കുട്ടികളുടെ നിര ഇതേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ മറിയ ജുവൽസ്ന, അതേപോലെ തന്നെ ആദിത്യൻ ആർ ആൻഡ് മോനു കുമാർ, ഇവർക്ക് 3 പേർക്കും കൂടി ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് കൂടി വന്നപ്പം 520 ഔട്ട് ഓഫ് 520 ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏറ്റവും വളരെ അഭിമാനകരമായിട്ടുള്ള ഈ ഒരു കാര്യം നമ്മുടെ കുട്ടികളെ മുഴുവൻ അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബാച്ചിൽ പഠിച്ചിങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള നമ്മളുടെ മറിയ ജോൽസ്ന, ആദിത്യൻ ആർ ആൻഡ് മോനു കുമാർ, ഇവർക്ക് 3 പേർക്കും നമ്മളുടെ എല്ലാവരുടെയും പേരിൽ വലിയ കൺഗ്രാറ്റ്സ്. ഓക്കെ, ഇതേപോലത്തെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബാച്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളേ വരുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നിങ്ങളുടെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആൻഡ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നമ്മളുടെ ക്ലാസ് നല്ല ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അത്ര പവർഫുള്ളാണ് നമ്മളുടെ കുട്ടികളും നമ്മളുടെ ബാച്ചും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നമ്മളുടെ ബാച്ചിൻ്റെ കുട്ടികൾ, നമ്മളെ ബാച്ചിലെ കുട്ടികൾ നിങ്ങളെ 520 ഔട്ട് ഓഫ് 520 ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ അറിയിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അറിയിക്കുക. ആൻഡ് നമ്മൾക്ക് ഇങ്ങനെ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം, ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ കാര്യം അങ്ങോട്ട് വാങ്ങിക്കുക. ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ നമ്മളുടെ ബാച്ചിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മളുടെ +2 നമ്മൾ ഓൾറെഡി റിവിഷൻ ബാച്ച് 15 ജാനുവരി 15 മുതൽ തുടങ്ങും. നമ്മളുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് +2 ഫൈനൽ എക്സാമൊക്കെ എഴുതണം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന ക്രിസ്മസ് എക്സാം ആണല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നമ്മൾ പഠിപ്പിച്ചത് മാത്രമേ വരുള്ളൂ. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇവിടെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മളുടെ ചാപ്റ്റർ റിവിഷൻ ഉണ്ടാകുന്നതായിരിക്കും, കെമിസ്ട്രിയുടെ ചാപ്റ്റർ റിവിഷൻ. ആൻഡ് നാളെ സെയിം ടൈമിൽ നമ്മളുടെ കെമിസ്ട്രിയുടെ ഫൈനൽ മാരത്തൺ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും കറക്റ്റ് സമയത്ത് നമ്മളുടെ ചാനലിൽ വരിക. അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രി എക്സാം തകർത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇന്നത്തെയും നാളത്തെ ആയിട്ടുള്ള ലൈവിലുണ്ടാകും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് കറക്റ്റ് ടൈമിന് വരാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് കെമിസ്ട്രി എക്സാം തകർത്ത് എഴുതാം. അതുമാത്രമല്ല, നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു അനൗൺസ്മെൻറ്റ് കൂടിയുണ്ട്. നിങ്ങളുടെ പരീക്ഷ കഴിയുന്ന ദിവസം, അതായത് 22 വൈകുന്നേരം ഒരു സർപ്രൈസ് ഈവൻറ്റും കൂടി ഉണ്ടാവുന്നുണ്ട്. സർപ്രൈസൊക്കെ ഇപ്പോൾ തന്നെ റിവീൽ ചെയ്യാം, പക്ഷേ നിങ്ങളെല്ലാവരും ആ ഇവൻറ്റിന് ഉണ്ടാവണം. അതായത് എക്സാമിനറിൽ നിങ്ങൾ മാത്രമല്ല, എല്ലാ ചാനലിലും നമ്മുടെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എല്ലാവരും ഒരുമിച്ച് വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഇവൻ്റ് ആയിരിക്കും. അന്ന് 3 കാര്യങ്ങളായിരിക്കും നടക്കുക. ഓക്കെ, 3 കാര്യങ്ങളായിരിക്കും നടക്കുക. അതിൽ ഫസ്റ്റ് കാര്യം എക്സാമിനറിൻ്റെ ഫാക്കൽറ്റി ഫുട്ബോൾ മാച്ചാണ്. എക്സാമിനറിൻ്റെ ഫാക്കൽറ്റികൾ തമ്മിൽ ഒരു ഭീകര ആക്ച്വൽ ലൈവ് ഫുട്ബോൾ മാച്ചായിരിക്കും അന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം, ലൈവായിട്ട് ഇത് കാണാനും നമ്മളെല്ലാവരും ചിയറപ്പൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിനൊക്കെ ലൈവ് ചാറ്റ് ത്രൂ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. എന്നാണ് മക്കളെ? 22-ാം തീയതി. ഇനി അന്ന് നടക്കാൻ പോകുന്ന 2-3 കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ മാച്ച് നടക്കാൻ പോകുന്നത്, ഫുട്ബോൾ മാച്ച് പ്ലസ് ഗീവ് അവേ പ്ലസ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നടക്കാൻ പോകുന്നത് നമ്മുടെ നിങ്ങൾ ഈ കാണുന്ന ചാനലിലല്ല, നമ്മുടെ എക്സാമിനറിൻ്റെ കോമൺ ചാനലാണ്. എല്ലാവരും കൂടി ഉള്ള കോമൺ ചാനലാണ്. ആ ചാനലിൽ അതിൻ്റെ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈവ് ഫുട്ബോൾ ഇവൻറ്റിൻ്റെ ലൈവും ആ ലൈവ് നടക്കാൻ പോകുന്ന ലൈവിൻ്റെ തംബ്നെയിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആ ചാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഗീവ് അവേയിലൊന്നും നിങ്ങൾക്ക് പങ്കെടുക്കാനും പറ്റില്ല. അപ്പോൾ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് വീഡിയോ പോസ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ പോവുക. ഇപ്പം തന്നെ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. ഓക്കെ, ഇപ്പം തന്നെ അത് ചെയ്യുക. കാരണം ഈ ചാനലിലാണ് നടക്കാൻ പോകുന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞു. എന്നാണ് നടക്കുക? 22-ാം തീയതി. ഇനി ഫുട്ബോൾ മാച്ച് ഉണ്ടാവും. ഇനി ആ ഫുട്ബോൾ മാച്ചിൽ നിങ്ങൾക്കും പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. ഞാൻ അവസാനം പറയാം. അതിന് മുമ്പ് അലൻ സാറ്
ഫുട്ബോൾ മാച്ചിൻ്റെ കൂടെ നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റും കൂടിയാണ് നമ്മുടെ ഗിവ് അവേ അനൗൺസ്മെൻറ്റ്. നമ്മുടെ എക്സാമിനറുടെ ഫൈനൽ ഗിവ് അവേ അനൗൺസ്മെൻ്റ് ആണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അത് അന്ന് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കെടുക്കാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അലൻ സാർ പറഞ്ഞുതരും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫുട്ബോളിൽ എങ്ങനെ പങ്കെടുക്കാം, ഈ ഫുട്ബോൾ മാച്ചിൽ പങ്കെടുക്കാനുള്ള കാര്യം അവസാനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അലൻ സാർ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഈ പ്രാവശ്യത്തെ ഗിവ് അവേയിൽ നമ്മൾ 1, 2, 5 ആൾക്കാരൊന്നുമല്ല 100 ആൾക്കാർക്കായിരിക്കും ഗിവ് അവേ. അപ്പം നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 100 ആൾക്കാർക്ക് ആദ്യം എന്ത് കിട്ടുമെന്ന് പറയാം. 5 ആൾക്കാർക്ക് ഫുട്ബോൾ, എന്ത് ഫുട്ബോൾ? ഒറിജിനൽ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോൾ, അൽ റീല ഫുട്ബോൾ കിട്ടും. 5 ആൾക്കാർക്ക് MI സ്മാർട്ട് ബാൻഡ് 5 കിട്ടും, സ്മാർട്ട് വാച്ച് കിട്ടും. ആൻഡ് ബാക്കി 90 ആൾക്കാർക്ക് എക്സാമിനർ ഗുഡീസ്, ടീഷർട്ട്സ് ഉണ്ടാവും, കാലണ്ടർ ഉണ്ടാവും, അങ്ങനെ റാൻഡമായിട്ട് കുറേ ഗിഫ്റ്റ്സ് ഉണ്ടാവും. 100 പേർക്ക് കിട്ടും. അതിൻ്റെ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എക്സാമിനർ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് എടുത്തിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അത് അപ്ലോഡ് ചെയ്യണം. ഫസ്റ്റ് കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഇപ്പം തന്നെ ചെയ്യാം. അവിടെയാണ് മാച്ച് നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ആ ചാനലിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ ലൈവ്? നമ്മുടെ പരിപാടി നടക്കാൻ പോകുന്ന 22 ഈവനിങ്ങിൻ്റെ ലൈവാണ്. ആ ലിങ്ക് എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എങ്ങനെ ഷെയർ ചെയ്യണം? അത് നിങ്ങളുടെ വാട്സാപ്പ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ അയക്കുക. ആ ഗ്രൂപ്പിലൊക്കെ അയക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ക്ലാസ് ഗ്രൂപ്പിൽ എല്ലാ ഫ്രണ്ട്സിനും ഗ്രൂപ്പിൽ അയക്കുക. അവരോട് വന്ന് കാണാൻ പറയുക. അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് ആൻഡ് ഈ സ്ക്രീൻഷോട്ടും കൂടി മൂന്നാമത് ലിങ്കായി കൊടുത്ത ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും പിന്നെ ഈ ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗിവ് അവേക്ക് വേണ്ടിയിട്ട്. ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. സിമ്പിൾ, ഇപ്പം തന്നെ ചെയ്ത് വെക്കണം. ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, അവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അവരും ചെയ്തോളും. ഇത് രണ്ടിനെയും സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്യുക? ഗൂഗിൾ ഫോമിലിടുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഗിവ് അവേ അന്ന് ഫുട്ബോൾ മാച്ചിൻ്റെ കൂടെ ആ ലൈവിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം പുതിയ ചാനൽ ചെയ്യുക. എല്ലാം പുതിയ ചാനലിലേക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യേണ്ടത്. ആ ചാനലിലെ ലൈവാണ് നിങ്ങൾ ഷെയർ ഒക്കെ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കുക. അതിലൊരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്ത് വരണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഗിവ് അവേയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് നല്ല ചാൻസ് ആയിരിക്കും ഇപ്രാവശ്യം. സോ എല്ലാവരും പങ്കെടുക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഈ ഫുട്ബോൾ മാച്ചിൽ, അതായത് എക്സാമിനർ ഫാക്കൽറ്റി കളിക്കുന്ന ഫുട്ബോൾ മാച്ചിൽ നിങ്ങൾക്കും കളിക്കാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങളിൽ നിന്ന് 4 അടിപൊളി ഫുട്ബോളേഴ്സിനെ എക്സാമിനർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് നമ്മുടെ കൂടെ കളിക്കാനുള്ളൊരു അവസരമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ 4 നിങ്ങൾക്ക് അതിൽ ഫുട്ബോൾ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടൊക്കെ പെർമിഷൻ വാങ്ങിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അവർക്ക്. എന്നിട്ട് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അനുവദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് വാങ്ങുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, രണ്ടാമത്തെ ഒരു ഫുട്ബോൾ മാച്ച് പാർട്ടിസിപ്പേഷൻ ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുന്നതിൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു വീഡിയോയും കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഒരു കുഞ്ഞു വീഡിയോ മതി, 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ മതി, ചെറിയ വീഡിയോ. നിങ്ങളുടെ ഫുട്ബോൾ സ്കിൽസ് കാണിക്കുക. കാരണം നല്ല ഫുട്ബോൾ സ്കിൽസും കൂടി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നിങ്ങളൊരു ചെറിയൊരു വീഡിയോ, 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ഉള്ളൂ, അതിൽ കൂടുതൽ വീഡിയോ ഒന്നും കാണാൻ അവിടെ ആരുമില്ല. അപ്പോൾ നിങ്ങൾ അടിപൊളി ഫുട്ബോൾ സ്കിൽസൊക്കെ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് പെട്ടെന്ന് എടുക്കുക. എക്സാമൊക്കെ ആയതുകൊണ്ട് സമയം വേസ്റ്റ് ആക്കരുത്. ഗ്രൗണ്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുറ്റത്ത് വെച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതും ഒരു ക്രൈറ്റീരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ഗിവ് അവേ, കംപ്ലീറ്റ് നമ്മുടെ ഫുട്ബോൾ മാച്ച് പ്ലസ് എക്സാമിനറിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനും കൂടി അന്നായിരിക്കും നടക്കുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മറക്കരുത് മക്കളെ, 22 താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവൻറ്റ് നോട്ടിഫൈ മേടിച്ചു വെക്കുക, ചാനൽ ബെല്ലൈക്കണൊക്കെ എല്ലാം ചെയ്തു വെച്ചോ. നമുക്ക് അന്ന് കാണാം 22. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.